അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ യുവജന വിഭാഗമായ ISM അതിൻ്റെ പ്രൊഫഷണൽ വിങ്ങായ ഇൻസ്പയറിൻ്റെ ഒരു പ്രൊഫഷണൽ ഫാമിലി മീറ്റാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ നടക്കുന്നത്. നമ്മൾ ഈ ISM എന്ന പ്രൊഫഷണൽ വിങ് രൂപീകരിച്ചത് ഈ പ്രൊഫഷണലുകളായ ആളുകൾക്ക് നമ്മളെ ഇസ്ലാമിൻ്റെ അതിൻ്റെ സൗന്ദര്യം അവരുടെ പ്രൊഫഷണൽ തിരക്കുകൾക്കിടയിൽ പോലും നമുക്ക് കുറച്ച് അവരുടെ സൗകര്യം അനുസരിച്ച് സമയം കണ്ടെത്തി അവർക്ക് ഉതകുന്ന രീതിയിൽ പഠന ക്ലാസ്സുകളും അതുപോലെ അവരുടെ മേഖലകളിൽ ഇസ്ലാമിൻ്റേതായ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിലുള്ള ആശങ്കകൾ പരസ്പരം പങ്കുവെക്കുവാനും അതിലുള്ള പണ്ഡിതോചിതമായ അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് വിശദീകരിക്കുവാനും എല്ലാമായി നമ്മൾ രൂപീകരിച്ച ഒരു വിങ്ങാണ് ഇൻസ്പയർ എന്നുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇൻസ്പയറിൻ്റെ പ്രോഗ്രാമുകൾ ഇത്തരത്തിലുള്ള പഠന ക്ലാസ്സുകൾ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും നടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മുഴുവൻ പ്രൊഫഷണലുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത മാസം 7-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഓർലാൻഡോ സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളൊരു ബൃഹത്തായ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു മുഴുദിന പ്രോഗ്രാം. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണലുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ എത്തിപ്പെടണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടും പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും മുമ്പേ ഏറ്റിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള പ്രോഗ്രാമുകളിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹകരണം ഇനിയും ഉണ്ടാവണം. നമ്മൾ ഈ പ്രോഗ്രാമിൽ മെയിനായിട്ട് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതുപോലെ IT പ്രൊഫഷണൽസ് എന്നീ മേഖലകളിലുള്ള ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ സമയവും സൗകര്യവും കണക്കാക്കി നമ്മൾ ഇതേപോലുള്ള പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് ഇനിയും സംഘടിപ്പിക്കും. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ISM ഇൻസ്പയറിൻ്റെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മെയിനായിട്ട് 2 പഠന ക്ലാസ്സുകളാണ് ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയാണ് ഏറ്റവും നല്ല ദഅവത്ത്, അവർ ലൈഫ് സ്റ്റൈൽ ഈസ് എ ബെസ്റ്റ് ദഅവ എന്ന പ്രോഗ്രാമാണ്. ഒന്ന് സെഷനാണ് നമ്മൾ ആദ്യമായി നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യ പണ്ഡിതൻ PK സക്കരിയ സലാഹിയാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്ത് അൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്നൊരു സൂറത്താണ്. അതിൽ പ്രധാനമായും പറയുന്നത് മനുഷ്യർ തീർച്ചയായും നഷ്ടത്തിലാണ്. വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുന്നവരും ചെയ്യുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. നമ്മൾക്ക് ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ നമുക്കറിയാം എല്ലാവർക്കും വളരെ ബിസിയാണ്, ടൈം കൺസ്ട്രെയിൻസ് ഉള്ള ഷെഡ്യൂൾസാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമുക്കൊരു ദഅവത്ത്, പരസ്പരം നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള ദഅവത്ത് നമുക്ക് പലപ്പോഴും ആശങ്ക ഉണ്ടാവാറുണ്ട്. നമ്മളെക്കൊണ്ട് നമ്മുടെ ഈ സമയപരിമിതികൾക്കുള്ളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണോ എന്ന് നമുക്ക് പലപ്പോഴും ആശങ്ക ഉണ്ടാവാറുണ്ട്. ഈ നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത് മുമ്പ് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചത് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഇസ്ലാം മതം സ്വീകരിക്കുവാനായിട്ട് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ യുവാവിനോട് ആ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എന്താണ് തയ്യാറായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ വളരെ
ഇരുത്തി ആലോചിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. അദ്ദേഹം മുന്നിൽ കാണുന്ന ആളുകളോടുള്ള പെരുമാറ്റം, എല്ലാ വക്തിനും പള്ളിയിലോട്ട് പോകുന്നു, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ മുസ്ലിം സുഹൃത്തുക്കളോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹം ഇങ്ങനെ ഈ രീതിയിൽ ആളുകളോട് ഇടപെടുന്നതിൻ്റെ ആ ഒരു ആദർശം എന്താണെന്നാണ് അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ആ പഠനം അദ്ദേഹത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബം കാണുന്നു, ആ കുടുംബവും അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ശരിക്കും ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം അദ്ദേഹം വാച്ച് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സംസാരം പോലും ഇവർ തമ്മിൽ നടന്നിട്ടില്ല. അതായത് നമ്മൾ ദീനനുസരിച്ച് എങ്ങനെ ജീവിക്കുന്നുവോ അത് നമ്മുടെ സമൂഹം കാണുന്നു, അതിലെ നന്മകൾ അവർ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ പിന്നിലുള്ള ആദർശം അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ആദർശം, യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയവുമായി ആധികാരികമായി സംസാരിക്കാൻ ബഹുമാനി പണ്ഡിതൻ സക്കരിയ സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളോട് ഒരുമിച്ച് ചേർന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ISM ഇൻസ്പയർ എന്ന അതിൻ്റെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ പ്രവർത്തനവുമായിട്ടാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ജീവിതത്തിലെ ഒരു കഥയുണ്ട്. നമുക്കെല്ലാവർക്കും നല്ല തിരക്കുള്ളൊരു സമയമാണല്ലോ. തിരക്കില്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷെ പഴയ കാലം ആലോചിച്ചാൽ ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. വാഹനങ്ങൾ ഇല്ലാത്ത കാലമുണ്ട്. ഒരു വീട്ടിൽ തന്നെ 3-4 വാഹനങ്ങളുണ്ട്. നമുക്കെല്ലാവരും ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ യാത്രാ സൗകര്യങ്ങൾ ഇത്ര ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടാൻ മൊബൈൽ ഫോൺ, വാട്സ്ആപ്പ് പല രൂപത്തിലുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ളത്. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇരിക്കുന്നവരിലെ തലമുതിർന്ന ആളുകൾ, അവരുടെയൊക്കെ പേരക്കിടാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ആ തലമുതിർന്ന ആളുകളുടെയൊക്കെ വീട്ടിൽ വല്ല സൽക്കാരമോ കല്യാണമോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് അവർ തങ്ങളുടെ ബന്ധത്തിലും കുടുംബത്തിലും പരിചയത്തിലും പെട്ട സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി അതൊരു പക്ഷേ കിലോമീറ്ററുകൾ, ദിവസങ്ങളോളം യാത്ര ചെയ്തും ഒരു ദിവസം പൂർണ്ണമായി ഒരാളെ മാത്രം ലക്ഷ്യം വെച്ചൊക്കെ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടം. ഇന്ന് എത്ര ദൂരത്തുള്ള ആളെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന് ക്ഷണിക്കാൻ
നമുക്ക് സെക്കൻഡുകൾ മതി, മൊബൈൽ ഫോൺ എടുത്താൽ മതി, ഇനി അതല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്നറിയാം അവിടെ ഇരിക്കണവരോട്. പണ്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന ആളോട് അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർ, ആ നാട്ടിൽ താമസിക്കുന്നവരോ, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ എന്ന് പറയപ്പെടുന്നിടത്ത് മക്കൾ, മരുമക്കൾ, ആര്, എന്ത് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിരുന്നു അല്ലേ? അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് നമ്മൾക്ക് എത്ര മക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, ജ്യേഷ്ഠാഞ്ചന്മാരുടെ മക്കളുടെ പേര് പോലും, അല്ലെങ്കിൽ അവരെന്താണ് എവിടെയെന്ന് പോലും അറിയാത്ത ഒരു കാലം വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് കല്യാണം ക്ഷണിക്കണമെങ്കിൽ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പം അതില്ലല്ലോ, സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷെ ബന്ധം എവിടെയാണുള്ളത്? അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റം നമ്മളെ നശിപ്പിക്കുകയാണോ അല്ല നമ്മളെ വളർത്തുകയാണോ ചെയ്യുന്നത് എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരു കഥ നിങ്ങളോട് പറഞ്ഞ് തുടങ്ങാനാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്, കപ്പലിലാണ് യാത്ര. കപ്പലിൽ യാത്ര പോകുമ്പോൾ ദിവസങ്ങളോളം കപ്പലിലെ യാത്ര ഉണ്ടാവും, മാസങ്ങൾ പിടിക്കും. അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാവും. കൂടെ യാത്ര ചെയ്യുന്ന അപരിചിതനായ ഒരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരങ്ങേയറ്റം സ്നേഹബന്ധത്തിലും അടുപ്പത്തിലും ആവുകയാണ്. ആ അടുപ്പം തൻ്റെ കയ്യിലുള്ള പണം എത്രയാണ് എന്ന് വരെ, തൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് വരെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ സഹയാത്രികനോട് പറഞ്ഞു. ഒരു ദിവസം നേരം പുലരുമ്പോൾ ഈ സഹയാത്രികനായ മനുഷ്യൻ നെഞ്ചത്ത് കൈയടിച്ചിട്ട് നിലവിളിക്കുന്നുണ്ട്, കരയാണ്. അയാൾ പറയണത്, എൻ്റെ പണം പോയിട്ടുണ്ട്, എൻ്റെ കയ്യിലുള്ള പണക്കിഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്, 1000 സ്വർണ്ണ നാണയമാണ് അതിലുള്ളത്. 1000 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഇന്ന് കോടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടികൾ വിലമതിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ 1000 സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കയ്യിൽ ഉള്ള പണക്കിഴിയുടെ നിറം, അതിൻ്റെ രൂപം, അതിന്മേലുള്ള കെട്ട് എല്ലാം കൃത്യമായി ഇയാൾ പറയണം, അങ്ങനത്തെ ഒരു കിഴിയാണ് എൻ്റെത് നഷ്ടപ്പെട്ടത്. കപ്പലിലെ യാത്ര കപ്പിത്താൻ എന്ത് ചെയ്ത് ആളുകളെ മുഴുവൻ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഇയാളുടെ പണം പോയിട്ടുണ്ട്, എല്ലാവരെയും ഒന്ന് അന്വേഷണ വിധേയമായിക്കൊണ്ട് തപ്പി നോക്കേണ്ടതുണ്ട്, പരിശോധിക്കണം എന്നാണ്. പരിശോധിക്കാൻ തുടങ്ങി. എല്ലാവരെയും പരിശോധിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയെയും പരിശോധിച്ചു. പക്ഷേ പണക്കിഴി കിട്ടിയില്ല. അതിലാളുകൾ അല്ലെങ്കിൽ കപ്പിത്താൻ പറഞ്ഞു, എന്ത് പണിയായി ചെയ്ത്, മനുഷ്യനെ മെനക്കെടുത്താന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കാമല്ലോ. പക്ഷേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഇയാൾ ഈ പണക്കിഴി കണ്ടതുമാണ്. തപ്പി നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനില്ല. അങ്ങനെ ആളുകൾ അയാളെ ആക്ഷേപിച്ചിട്ട് യാത്ര പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് ആളുകൾ ഇറങ്ങി ഓടിപ്പോവാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ പിറകെ ഈ യാത്രക്കാരൻ ഓടി വന്നു. എന്നിട്ട് ചോദിക്കണം, ആ പണക്കിഴി എടുത്തു വെച്ചു. അപ്പൊ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഒരു സങ്കോചവും കൂടാതെ, ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ പറഞ്ഞു, അത് ഞാൻ കടലിലിട്ടു. കോടികൾ കഥ ശ്രദ്ധിക്കണേ, കോടികൾ വിലമതിക്കുന്ന പണം, സ്വർണം അദ്ദേഹം കടലിലിട്ടു. അതെന്താ? അപ്പൊ അയാളോട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു,
ഞാൻ ഹദീസ് ശേഖരിക്കാൻ വർഷങ്ങളായി 10-16 വർഷമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ എനിക്കൊരു വിശ്വാസ്യതയുണ്ട്, വിശ്വസ്തത ഉണ്ട്. എന്നെ പറ്റിയിട്ട് ജനങ്ങൾക്കറിയാം. ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എന്തോ വെച്ച് ഈ പണക്കിഴി യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ പണക്കിഴിയാണ് ആണല്ലോ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടേതാണ് അത് എന്നുള്ളത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? ഇമാം ബുഖാരി, ആ യാത്രക്കാരിൽ ഇമാം ബുഖാരിക്ക് അറിയും, ഈ സഹയാത്രികനും അറിയും, മൂന്നാമതൊരാൾക്കും അറിയില്ല. ഇയാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്ന പണക്കിഴി അതിൻ്റെ എല്ലാ ലക്ഷണവും അല്ലെ അതിൻ്റെ എല്ലാ അടയാളങ്ങളുള്ളത് പണക്കിഴി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ അരികിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ ആര് കള്ളനാവും? ഇമാം ബുഖാരി കള്ളനാവും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കള്ളനായാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം കള്ളനായി എന്നുള്ളതിനപ്പുറം ജീവിതത്തെ 16 വർഷമായി അദ്ദേഹം അധ്വാനിച്ച, അദ്ദേഹം നമ്മുടെ മുമ്പിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഉണ്ടല്ലോ സ്വഹീഹ് ജാമിഅ, അത് മുഴുവൻ ആളുകൾ എന്തായി തള്ളികളെ. ഈ കഥയിൽ നിങ്ങൾക്ക് എന്തേ മനസ്സിലായി എന്നാണ് എൻ്റെ ചോദ്യം. കഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തിരിഞ്ഞു എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ ഈ പ്രൊഫഷണൽ മീറ്റ് എന്തായി? അതിനെ ലക്ഷ്യം കൈവരിച്ച്. കോടികൾ നഷ്ടമായാലും ജനങ്ങൾക്കിടയിലുള്ള തൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാൽ, തൻ്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. ആ ജീവിത വിശുദ്ധി ഇന്ന് മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികൾക്ക് നഷ്ടപ്പെട്ടതാണ് സമൂഹത്തിലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രയാസം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ വീട് വിറ്റ് കണ്ട് യഹൂദിയായ മനുഷ്യൻ മദീനയിൽ നിന്ന് പോവുകയാണ് അല്ലേ. അങ്ങനെ കച്ചവടം, വീടിൻ്റെ വില പറയണം. വീടിൻ്റെ വില പറഞ്ഞ ശേഷം കരാർ ഉറപ്പിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, വീടിന് വിലയായി, പക്ഷേ എൻ്റെ അയൽപ്പക്കത്തുള്ള ഇന്ന സ്വഹാബിയുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ വില നിങ്ങൾ എത്രയാണ് നൽകുക? മുസ്ലിമായ എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരാൾ, അയാൾ എൻ്റെ അയൽപ്പക്കത്തുണ്ടെങ്കിൽ ഞാൻ സുരക്ഷിതനാണ്, എനിക്കൊരു പ്രയാസം വരില്ല എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു. അതിന് വില നിങ്ങൾ എത്ര നൽകുമെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതം എവിടെ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയണം. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇന്നലെകളിലെ സാരഥി മഹാനായ KP, അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ പോയത്ര. അപ്പം അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറുടെ കയ്യിൽ ഒരു നൂല് കണ്ട്. അപ്പോൾ ആ നൂല് കണ്ടപ്പോൾ അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു എന്നാണ്. തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് പല വിശ്വാസങ്ങളും ഉണ്ടാവുമല്ലോ, തമിഴ്നാടാണ്. അദ്ദേഹം പറഞ്ഞു എന്നാണ് മഹാനായ PV ഹസൻ സാഹിബ്, കേരള നേതൃത്വ മുജാഹിദീൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു, ജാമിയ നദിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം ജാമ്യയിൽ വെച്ച് AP-യുമായി കഥ പങ്കുവെക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. KP പറഞ്ഞു എന്നാണ്, അത് മുറിച്ചിട്ട ശേഷം മാത്രം, അതിൻ്റെ ഗൗരവത്തെ ഉണർത്തിയ ശേഷം മാത്രം നിങ്ങൾ എന്നെ ചികിത്സിച്ചാൽ മതി എന്ന് KP പറഞ്ഞു എന്നാണ്. എന്നിട്ട് KP പറയുന്നത്, തൻ്റെ ഒരു ബാധ്യത ഉണ്ടല്ലോ, ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ എന്നുള്ളത് അറിയില്ല, അത് നിർവഹിക്കാതെ പോയാൽ പ്രയാസമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്ത് കിട്ടി. അദ്ദേഹം സുബൈ നമസ്കരിക്കാൻ സ്വപ്പ് ശരിയാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശത്രു കുത്തിയത് എന്നാണ്. അങ്ങനെ കുത്ത് കിട്ടി, കത്തി കൊണ്ടുള്ള കുത്തേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട് പള്ളിയിൽ കിടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ
കാണാൻ വേണ്ടി വരികയാണ്. ഖലീഫയാണ്. കേട്ടറിഞ്ഞവർ പള്ളിയിലേക്ക് ഓടിയെത്തുന്നു. പലരും കണ്ടിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അപ്പോൾ ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ഭൃത്യനോട് ആവശ്യപ്പെട്ടു എന്നാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ അടുത്ത് വന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, ഇർഫ ഇസാർക്ക്, വസ്ത്രം നീ കയറ്റി കൊടുക്കുക. നിര്യായിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലെത്തിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും താൻ നിർവഹിക്കേണ്ടത് നിർവഹിക്കണമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു ഇന്നലെകളിലെ നമ്മുടെ മുൻഗാമികളായി ജീവിച്ച മുസ്ലിമീങ്ങൾ. നമ്മൾ ആ ദൗത്യ നിർവഹണ രംഗത്ത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം കാണാൻ കഴിയണം. എൻ്റെ ജീവിതം തന്നെയാണ്, എൻ്റെ ജീവിതം ഒരു മുസ്ലിമിൻ്റെതാണ് എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ ഞാൻ കാണുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നത് എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിക നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പല വിശ്വാസക്കാരുണ്ടാവും. നമ്മൾ ഇടപഴകുന്നിടത്ത്, നമ്മളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നിടത്ത്, കരാറുകൾ നടത്തുന്നിടത്ത് തെറ്റായ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച തെറ്റാണെന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. അയാളെ വിശ്വസിക്കാം, അയാൾ നല്ലവനാണെന്ന്. നമ്മളല്ലല്ലോ നമ്മളെ സർട്ടിഫിക്കറ്റ്. നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നടന്നു പോകുന്ന വഴിയിൽ മരച്ചുവട്ടിലിരിക്കുകയാണ്. അപ്പോൾ മുറൂബി ജനാസ, ഒരു ജനാസയെ കൊണ്ട് ആൾക്കാർ ആരൊക്കെ നടന്നുപോയി. അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് ഇന്ന ഗോത്രത്തിലെ ഇന്നയാളുടെ ജനാസയാണ്, ഇന്ന ഗോത്രത്തിലെ ഇന്നയാളുടെ ജനാസയാണ്, മയ്യിത്താണ്. ആ സംഘത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അയാള് നല്ല മനുഷ്യനായിരുന്നു, ജനങ്ങൾക്കൊക്കെ ഉപകാരമുള്ളവനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനമായി തീരുമാനമായി തീരുമാനമായി. ആ സംഘം തന്നെ യാത്ര തുടരുകയാണ്. വമുറു ബി ജനാസത്തിൻ ഉഖ്റ, മറ്റൊരു ജനാസയെ കൊണ്ട് ആളുകൾ നടന്നു പോവുകയാണ്. കൂട്ടത്തിൽ ആരോ പറഞ്ഞു, അത് ഇന്ന ഗോത്രത്തിലെ ഇന്ന ആളുടെ ജനാസയാണ് പോണേന്ന്. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട തന്നെ മറ്റൊരാൾ പറഞ്ഞ്, അയാൾ ജനങ്ങൾക്ക് ഉപദ്രവകാരിയാണ്, നാവ് പ്രയാസമാണ്, അയാളുടെ ചെയ്തികൾ എന്നൊക്കെ പറഞ്ഞ് പലതും പറയാൻ തുടങ്ങി. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അത്രേ, വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനായി തീരുമാനായി തീരുമാനായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ, ആദ്യം ഒരാളുടെ മയ്യിത്ത് ജനാസ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പറഞ്ഞ് വജബത്ത് തീരുമാനായി, രണ്ടാമത് മറ്റൊരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ് തീരുമാനായി, എന്താണ് തീരുമാനമായത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയിൽ കാണാം, മൻ അസ്നഉ അലൈഹാ ബിഖൈർ വജബത്ത് ലഹുൽ ജന്നah, നിങ്ങൾ നന്മ കൊണ്ട് പുകഴ്ത്തിയ ആൾക്ക് സ്വർഗം തീരുമാനമായി, നിങ്ങൾ തിന്മ കൊണ്ട് ഓർത്തെടുത്തവർക്ക് നരകവും തീരുമാനമായി. നമ്മുടെ ജനാസ തൃശ്ശൂർ ജില്ലയിലെ ഏതൊക്കെയോ പ്രദേശത്തു നിന്നുള്ള സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിലുള്ളത്. നമ്മുടെ മയ്യിത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമല്ലോ. അതിന് പ്രായവും സമയമൊന്നുമില്ല. ചെറുപ്പക്കാരായ ആൾക്കാർ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യമാണ്. അങ്ങനെ കോവിഡ് അനന്തരം വാക്സിനേഷന് ശേഷം ചെറുപ്പക്കാരായ ആളുകൾ, അഥവാ 35, 45 അല്ല 50 വയസ്സിനിടയിലുള്ളവർ ധാരാളമായി മരിക്കുന്നത് കാണുന്നു. അത് പഠന വിധേയമാക്കണം. സംഗതി റിയാലിറ്റിയാണെന്ന് എനിക്ക് തോന്നി. ഒരു പഞ്ചായത്തിൽ 5 ആൾ വെച്ച് മരിക്കണ്ടെങ്കിൽ പോലും 50,000 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നു. ആ പ്രായത്തിലുള്ളവർ 50,000 ആൾക്കാർ മരിക്കുക എന്ന് പറഞ്ഞാൽ 50,000 കുടുംബം എന്താവണം, അനാഥമാക്കപ്പെടുക. നമ്മൾ അനാഥാലയങ്ങൾ ഒരു കാലത്ത് തുടങ്ങി. വീണ്ടും അതിനെപ്പറ്റി സംരക്ഷണമില്ലാതെ വളരുന്ന മക്കളുടെ സംരക്ഷണത്തെ പറ്റിയും കൂടി ആലോചിക്കേണ്ടി വരുന്ന ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ ഞായറാഴ്ച ദീർഘമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം പറയണ്ടായി, പ്രായമല്ല മരണത്തിന്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെപ്പറ്റി നമ്മുടെ കൂടെ ഓഫീസിൽ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളുമായി ഇടപാടുകളും ഇടപഴകലുകളും നടത്തിയവർ,
നമ്മളെ പറ്റിയുള്ള മനസ്ഥിതി എന്തായിരിക്കും? നല്ലവൻ എന്നായിരിക്കുമോ? അയാൾ പോയതിലുള്ള വിഷമമായിരിക്കുമോ? ദുഃഖമായിരിക്കുമോ? അല്ല, നമ്മളുടെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വിശ്വസിക്കുവാൻ സ്വഹാബത്ത് പ്രയാസപ്പെട്ടത്? അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല, അവരുടെ മനസ്സിന് അംഗീകരിക്കാൻ കഴിയണില്ല. പ്രവാചകനോടുള്ള മഹബത്ത് അവർക്കുണ്ടായിരുന്നു. പ്രവാചക ജീവിതം അവരെ അങ്ങനെ സ്വാധീനിച്ചിരുന്നു. സഹാബത്തിന്റെ പലരുടെയും അവരുടെ പിൻഗാമികൾ അത്തരത്തിലുള്ള അവസ്ഥകൾ ജീവിതത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ജീവിതം നമ്മളുമായി ഇടപഴകുന്നവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുതിയ കാലത്ത് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ദൗത്യം. അത് തന്നെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടു വളരണം ആളുകൾ. എനിക്ക് ഒരനുഭവം ഉണ്ടായി. ഈ സ്കൂളിൽ നിന്ന് നമ്മൾ ടൂറ് പോകുമല്ലോ, ടൂറ് പോകാം. അപ്പോൾ ടൂറ് പോകുന്ന സമയത്ത് പിന്നെ ഈ വാട്ടർ തീം പാർക്കുകളൊക്കെ ഉണ്ടാവും, പാർക്കുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ എല്ലായിടത്തും. അപ്പോൾ അവിടെയൊക്കെ എത്തി. ചെറിയ കുട്ടികളാണ്, LP സ്കൂളിലെ കുട്ടികളാണ്. സ്കൂളിലെ കുട്ടികൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അവർ പോയി. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കൂട്ടത്തിലാണ് ഈ കുട്ടി. അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ ഞാൻ കൂടെ ഉള്ള അധ്യാപകരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ടില്ല. അപ്പോൾ എന്ത് ചോദിച്ചു? അതിലെനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അതെന്താ സാറേ നിങ്ങൾ പോരുന്നല്ല? ഞാൻ പോരില്ല, ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കയറി ചെല്ലുന്നിടത്ത് ഇരിക്കാനുള്ള ഒരു ചായയും വെള്ളമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒപ്പമുള്ള ടീച്ചേഴ്സ് മറ്റു മതവിശ്വാസികളാണ്. അവർ ചോദിച്ച് എന്താ ടീച്ചർ അങ്ങനെ സാറേ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇപ്പോഴൊക്കെ അല്ലേ അത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ മതത്തിന്. ഒരു പെൺകുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നു കഴിഞ്ഞാൽ അവരൊരു പ്രായപൂർത്തി കഴിഞ്ഞാൽ അവർക്ക് കുറേ ബാധ്യതകളുണ്ട്. അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇടപഴകുന്നിടത്ത് കുറേ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മൾ LP സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല അവിടെ ഉള്ളത്, ടീച്ചേഴ്സും അധ്യാപകരും ഇങ്ങനെ ഇടപഴകി പിന്നെ നമ്മുടെ ഈ വെള്ളം നനഞ്ഞുള്ള ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ച വസ്ത്രം, ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി കുറേ അതിൻ്റെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്, കാഴ്ചകൾ പ്രശ്നമാണ് എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്ന് കൂടെ ചാടാൻ പോയിരുന്ന എല്ലാവരും മഹാഭൂരിപക്ഷം പിൻവലിഞ്ഞ് അധ്യാപകരടക്കം ഉള്ള അധ്യാപികമാരടക്കം ഉള്ളത് എന്നാൽ പിന്നെ ഞങ്ങൾ പോണില്ലായിരുന്നു. നമ്മളെ കൂടെ എന്ത് ചെയ്ത് അവിടെ ഇരുന്ന് അവരും പോയില്ല. കുട്ടികളെ മാത്രം എന്ത് ചെയ്ത് ഒന്നോ രണ്ടോ ജെൻസ് പോയി എന്നല്ലാതെ ആരും പോയില്ല. പറയേണ്ടത് നമ്മൾ ചില സമയത്ത് പറയേണ്ടത്. അതുപോലെ ഇപ്പോൾ സ്റ്റാഫ് ടൂർ സംഘടിപ്പിച്ചിട്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള അനുഭവം വെച്ച് നിങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ പലതും സ്കൂളാണ്, നമുക്ക് ചിലതിന് കൂടെ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡ്രൈവറെ കൂടെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരുന്ന് ഓരോട് വർത്തമാനം പറഞ്ഞിങ്ങനെ പോയി പാട്ടുപാടി അവർ ഡാൻസ് കളിക്കണ്, അങ്ങനത്തെ പലതും സംഭവിക്കും. നമ്മളുടേത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞങ്ങളൊന്നിനും കൂടാത്ത. ഞാൻ പറഞ്ഞു കൊടുത്തു, ഇന്നതാണ് കാരണം. നമ്മൾ കൂടാത്തതിൻ്റെ പേരിൽ ആർക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഞാനത് പറഞ്ഞെന്നറിയാം. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ നീണ്ട കാലം 15-ാമത്തെ വയസ്സ് മുതൽ 37-38 വയസ്സ് വരെയും വെറും ഇസ്ലാമികമായ കൾച്ചറുള്ള ജാമിയ നദിയുടെ ഒരു ചുറ്റുപാടിൽ വളരുകയിരിക്കുകയോ ചെയ്തുള്ളൂ. മറ്റുള്ളവരുമായിട്ട് അങ്ങനെ ഇടപഴകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല. ഇപ്പം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ പലതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കാര്യം ആരോട് തുറന്നു പറഞ്ഞാലും ഒരു പ്രയാസം വരില്ല. ഇപ്പം നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയൂലല്ലോ, ചില അള്ളാഹുവിനു അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന സൃഷ്ടാവിനല്ലാതെ പൂജിച്ചിട്ടുള്ള അതല്ലെങ്കിൽ പിന്നെ അത്തരം അവർ ആ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അത്തരം അള്ളാഹുവിന് പുറമെ ഉള്ള ആർക്ക് സമർപ്പിച്ചതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിക്കണില്ല. എന്തുണ്ട്? മതപരമായി തെറ്റാണ്. അപ്പോൾ ആ തെറ്റിനെ എങ്ങനെയാണ് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക? നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് പണങ്ങോ? ഒരാളും പണങ്ങില്ല. നമുക്ക് അനുഭവം പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാതെ നമ്മളിങ്ങനെ എന്താവും മതേതരത്വം തെളിയിക്കാൻ വേണ്ടി. മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ വിശ്വാസത്തിനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ചു കണ്ട് അവനവന്റെ മതവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന മതേതരത്വമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അതാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കണ അറിയാം?
ഇസ്ലാമികമായ കുറെ ആചാരങ്ങളിലൊപ്പം വേറുള്ളവർ കൂടി അല്ലെങ്കിൽ മറ്റുള്ള ആചാരങ്ങളൊപ്പം നമ്മൾ കൂടിയാലാണ് മതേതരത്വത്തിന്റെ ആളായി മാറുള്ളൂ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്ത് സമൂഹമായി കൂടുതൽ ഇടപഴകുന്നവർ എന്ന നിലക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കുള്ള അപേക്ഷ എന്താ അറിയാം, നമ്മൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുത്താൽ അതാണ് നമുക്ക് നിർവഹിക്കാവുന്ന നമ്മുടെ സുരക്ഷിതത്വം. ജനങ്ങളെ അതിന്റെ പേരിൽ ഒരാളുടെ ഇഷ്ടക്കേടും ഉണ്ടാവുന്നു. ഈ പുതിയ അനുഭവങ്ങൾ ഒരിക്കൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റാഫ് റൂം ചെല്ലുകയാണ്. അവിടുന്ന് പിന്നെ ടീച്ചർ, സാറേ നിങ്ങളെ താടി കണ്ടാല് ബില്ലാദന്റെ താടി പോലെ ഉണ്ടല്ലോ. ആ ടീച്ചറെ എനിക്ക് മനസ്സിലല്ല, ഒരു ദിവസമേതനടിസ്ഥാനത്തിൽ സ്കൂളിൽ കയറിയതാണ്. നമ്മളെന്ത് പറയും? അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ താടിയുടെ നീളം കൊണ്ടെന്ന് കോവിഡിന് ശേഷം ആകുമ്പോ ഉണ്ടല്ലോ, അന്ന് പ്രധാനമന്ത്രിക്ക് നല്ല താടി ഉണ്ടായിരുന്നു കോവിഡ് പോണവരെ. ഞാൻ പറഞ്ഞു, താടിയുടെ നീളം നോക്കി ഒരാൾ തീവ്രവാദിയും ഇല്ലാതെ നോക്കുകയാണെങ്കിൽ എന്റെ താടി, അന്ന് പ്രധാനമന്ത്രിന്റെ താടിനകത്ത് എന്റെ താടിയുടെ നീളമല്ല, അദ്ദേഹമായിരിക്കും. പിന്നെ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിനും വലിയ താടില്ല, അപ്പൊ അദ്ദേഹമൊക്കെ തീവ്രവാദി ആയിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്തിരിക്കണേ പിന്നെ അധ്യാപകൻ പറഞ്ഞു, അത് നന്നായി, ടീച്ചർക്ക് ഏതായാലും അത് വേണ്ടതായിരുന്നു പറഞ്ഞു. അത് നന്നായോ നന്നില്ല എന്നുള്ളതല്ല, ചില സമയത്ത് നമ്മളങ്ങനെ അത്തരം ഒരു കാലത്താണ് ജീവിക്കുന്നത്. മുസ്ലിമായിന്റെ പേരിൽ നമ്മളെ സീറ്റിൽ നിന്ന് ഇപ്പൊ ട്രെയിൻ യാത്രയും ബസ് യാത്രയൊക്കെ നടത്തുന്ന ആൾക്കാരെ കൂട്ടത്തോടെ നമ്മൾ മുസ്ലിമാണെന്ന് നമ്മളെ അടുത്ത് നിന്ന് നീച്ചു പോണ ഒരു സമൂഹത്തെ നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ആ സീറ്റ് മാറ്റി തരാൻ വേണ്ടി TTRോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങൾക്ക് ആലോചിച്ചൊക്കെ കഴിയും. മുസ്ലിമായിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണം അത് വേറൊരു ഭക്ഷണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഭക്ഷണം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ആലോചിച്ചു. സാഹചര്യം ഞാൻ തുറന്നു പറയണം. ഇപ്പൊ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്, നിങ്ങൾ ആ ട്രെയിനിൽ യാത്ര പോയപ്പോൾ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ വേറുള്ളവർക്കൊക്കെ കൊടുക്കുക, നമുക്ക് അവകാശപ്പെട്ട് വരുന്നില്ല, അതിനെന്തോ വെച്ചു. അതേ മനുഷ്യനെ പിന്നെ അയാൾ കോണ്ടാക്ട് നമ്പർ വാങ്ങി നമ്മളുമായി അടുത്തിടപഴകുന്ന ഒരു മനുഷ്യനാക്കി ഇങ്ങോട്ടൊന്ന് മാറ്റുന്ന അവസ്ഥ ആലോചിച്ചു. യഥാർത്ഥത്തിൽ നമ്മളെ ദീനി നമ്മൾ പണയം വെക്കാതെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ സമൂഹവുമായി ഇടപഴകുന്നവരാണ്. പല ജാതി അല്ലെങ്കിൽ പല മതവിശ്വാസമുള്ളവർ, പലതരത്തിലുള്ള പല കാര്യങ്ങളുമായി ബന്ധമുള്ള ആളുകളുമായി അടുത്തിടപഴകുന്നവരാണ്. നമ്മൾ ആളുകൾക്കനുസരിച്ച് മാറാൻ നമ്മൾക്കൊരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം നിലനിർത്തലാണ് യഥാർത്ഥത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ജീവിച്ച് കാണിച്ചു തന്നത്. ആ ജീവിതം കണ്ട് മാറി എന്നുള്ളതല്ലേ, അവരുടെ ജീവിതം കണ്ടുകൊണ്ടല്ലേ പലരും മാറിയിട്ടുള്ളത്. ഇപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ 200ഓളം വരുന്ന സ്വഹാബിമാരെ കൊന്ന് ആ സ്വഹാബിമാരുടെ തലയറുത്തിട്ട് പ്രദർശിപ്പിച്ചിരുന്ന ക്രൂരനായ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടു എന്നാണ്. ആ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോവാണ്. അഭയം തേടിക്കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളെ. പക്ഷെ പോണ വഴിക്ക് ഈ മനുഷ്യന് സ്വഹാബത്തിന്റെ പിടിയിൽ പെട്ടു. പക്ഷെ സ്വഹാബത്തിന് അറിയില്ല ഇത് ഇന്ന ആളറിയില്ല. ഇന്നത്തെ പോലെ പിന്നെ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിക്രിയ നടത്താൻ അനുവാദം തന്ന ആളാന്നുള്ള അറിയില്ല. ഇയാളെ പിടിച്ചിങ്ങാണ്ട് കൊണ്ടുവന്നു മദീനയുടെ പള്ളിയിൽ. ഇയാള് പള്ളിയിൽ ഇരിക്കുന്നു. 3 ദിവസവും അയാൾക്ക് ഒട്ടകപ്പാലും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുമാമ എന്തുണ്ട് പറയാന്? അപ്പൊ സുമാമ പറയണം, താങ്കൾ അനുയായികളെ കുറെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. തിരിച്ചു ചെയ്യാൻ താങ്കൾക്ക് അവകാശമുണ്ട്. പക്ഷെ താങ്കൾ കരുണയുള്ളവനാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കൾ മാപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. സുമാമ പൊയ്ക്കോ. അദ്ദേഹം പോവാണ്. പക്ഷെ ആ പോയി കുളിച്ച് തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നമ്മളെങ്ങനെ കൗമ് പുതിയ റീല് വരുന്ന എങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ പുതിയ വീഡിയോ എങ്ങനെയാണല്ലോ, നമ്മൾ വാഹനമായിട്ട് പോവാണ്. വാഹനമായിട്ട് പോയപ്പോ അറിയാതെ ഒരുത്തം വണ്ടി വന്ന് ചാടി, മനഃപൂർവ്വം ചെയ്യണുണ്ടാവാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തൊട്ടടുത്തുള്ള നിന്ന് വന്നാൽ അവിടെ പിന്നെ അവിടെ സമുദായം ഇപ്പൊ പേര് നോക്കിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നത്. അക്കൂട്ടത്തേക്ക് നമുക്കെതിരെ നടപടി എടുക്കാവുന്നത് പലതും നമ്മൾ നടക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് കഴിയുന്നില്ല. ഇസ്ലാമിന്റെ സുന്ദരമായ ചില മുഖങ്ങളുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ മുമ്പിൽ തെറ്റുമായി വരുന്ന ഒരാളോട് ഇത്
തെറ്റാണെന്ന് കാഴ്ച പറഞ്ഞു കൊടുക്കാൻ സാമ്പത്തികമായ ഇടപാടുകൾ നടന്നു. ഞാൻ നേരത്തെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കഥ പറഞ്ഞത്. ഇടപാടുകൾ എന്നിലുള്ള വിശ്വാസത നഷ്ടപ്പെട്ടു പോകുന്നു. അതാ ഹദീസ് അദ്ദേഹത്തിന്റെ 16 വർഷത്തെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയണമെന്നുള്ള ഭയപ്പാട് അദ്ദേഹത്തിനുണ്ടായി. നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാൻ ഇത് ഇടപാടുകൾ നടത്തുന്നിടത്ത് ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് അർഹതയില്ലാത്തത് കഴിക്കാൻ പാടില്ല, അത് ഹലാലല്ല എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് സുന്ദരമായ നമുക്ക് ഈ സമൂഹത്തോട് ഈ ലോകത്തോട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നന്മ എന്ന് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഇത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു അപകടം. ആ അപകടം വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 77-78 വാചകങ്ങൾ ബനൂ ഇസ്രായേലിനെ പറ്റിയിട്ടാണ്. അവിടെ ഖുർആൻ പറയണം, ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ദാവൂദ് നബിയുടെയും ഈസാ നബിയുടെയും നാവുകളാൽ ബനൂ ഇസ്രായേലിയർ ശപിക്കപ്പെട്ടു പോയി. അടുത്ത കലിമത്ത്, അടുത്ത വാചകം ഖുർആൻ പറയുന്നത് അവർ തോന്നിവാസികളായിരുന്നു. തോന്നിവാസികളായിരുന്നു. തൊട്ടടുത്ത വാചകം തുടങ്ങുന്നത് അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, മുൻകർ ചെയ്താൽ അവർ വിരോധിച്ചില്ല. തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഒരു സമൂഹം വൃത്തികെട്ടവരും തോന്നിവാസികളുമായി മാറിയത് എന്നാണ് ഖുർആനിന്റെ പ്രയോഗമെങ്കിൽ ആ വൃത്തികേട് ദിവസം ചെയ്യണമല്ലേ നമ്മള്, അല്ലേ? ഇപ്പൊ നമ്മളെ കൂടെ നമസ്കരിക്കാത്തൊരു സുഹൃത്തുണ്ട്, നമസ്കരിക്കാൻ സമയമായ. ഇപ്പൊ ഈ ചില കുട്ടികൾ ടൂറ് കഴിഞ്ഞ് വന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കും, മക്കളെ എങ്ങനെ നിസ്കരിച്ചു ചോദിച്ചു. അപ്പൊ എങ്ങനെ നിസ്കരിച്ചു? 2 ദിവസമൊക്കെ ടൂർ പോകും, അങ്ങനെയാണല്ലോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ തലത്തിൽ അല്ലേ നമസ്കരിച്ചു. അത് സാറേ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒന്നിച്ച് നിസ്കരിച്ചു. അപ്പൊ ആരാ എവിടുന്ന ഞങ്ങൾക്ക് മാതൃക ഉള്ളത്? അവര് പറഞ്ഞു കൊടുക്കണം. അത് ഞങ്ങൾ പണ്ട് ഫാമിലി ടൂർ ആലപ്പുഴക്ക് പോയപ്പോ സുബൈ ഇവിടെ നിസ്കരിച്ചു പോയി, പിന്നെ ഒക്കെപ്പാടെ വന്നിട്ടാണ് ബാപ്പിയും ഒക്കെ നിസ്കരിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ നിസ്കരിക്കാറ്. ആ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കണ്ടല്ലോ, എന്നെ തെറ്റ് കാണിച്ചു കൊടുക്കണം. അതാണ് മക്കൾ വൈകിട്ടാൻ കാരണം. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലേ? വസ്ത്രധാരണം മാത്രമാണ് അത് പ്രശ്നം ആൾക്കാർ കരുതിയത്. വസ്ത്രം വരട്ടെ. അപ്പൊ ഈ വസ്ത്രത്തിലെ ഇസ്ലാമിക വേഷവിധാനങ്ങളും അത് പിന്നെ ആണും പെണ്ണും ഇടകലർന്നിരുന്നാലുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ ശാരീരികമായ ടച്ചിങ് ഉണ്ടായാലും കാഴ്ചക്കുള്ള അവസരങ്ങൾ ഒരുക്കിയാലൊക്കെ ഉള്ള അപകടമൊക്കെ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു. 100-300ഓളം സ്ത്രീകളും ആ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് മുമ്പിലുള്ളത്. അവര് പ്രസവം കഴിഞ്ഞ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളി എന്ന് പറഞ്ഞു കണ്ടിരുന്നപ്പോ ഒരു കുട്ടി ഉസ്താദേ ചോദിച്ചു. എന്ത്? അല്ല ഉസ്താദ്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായി, ഓക്കെ, അതിന് അപകടം മനസ്സിലായി, ഇതൊക്കെ ക്ലാസ് റൂമിൽ പാലിച്ചാൽ മതിയോ? അപ്പൊ എനിക്ക് മനസ്സിലായില്ല, മറുവശം വേറെ എന്തോ ഉണ്ടാവും. ക്ലാസ് റൂമിനകത്ത് മതിയാണ്. അപ്പൊ ഈ ആണും പെണ്ണും ഇടകലർന്ന് ഇരുത്തണ്ടല്ലോ കല്യാണ വീടുകളിലൊന്നും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പണ്ട് കാലത്തൊക്കെ ആണും പെണ്ണും ഇടകലർന്നതിന്റെ പേര് പിന്നെ ഒന്നിച്ച് ആകാശിച്ച് വീഴുന്നൊന്നും ഈ പറഞ്ഞതിനടുത്തല്ല. പാലിക്കപ്പെടേണ്ട കുറെ അതിർത്തികളും അതിർവരമ്പുകളും ഉണ്ടായിരുന്നു, കുറെ മര്യാദകളുണ്ടായി. പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ വേറെ ആണുങ്ങൾ വേറെ ഭക്ഷണം കഴിക്കാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ ഓഡിറ്റോറിയങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്താ വെച്ചാൽ ഞാനും എന്റെ ഫാമിലി പോകും, ഇപ്പുറത്തെ ആ ഇരുത്തങ്ങളിൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ. പഴയ നമ്മുടെ ഗെറ്റ് ടുഗദറുകളുടെ യോഗം അല്ലെ, അത് നടത്താത്തവരില്ല. അതിലൂടെ വരുന്ന പ്രശ്നങ്ങളെ പറ്റി കണ്ട് അതിലൂടെ ഉണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ എത്രയോ നമ്മൾ കേട്ടതാണ്. തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആളില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് ആണും പെണ്ണും കഴുത ഇണചേരുന്നത് പോലെ, കേൾക്കണേ, കഴുത ഇണചേരുന്നൊരു മറിയുണ്ടാവുകയാണ്. ആ ഇണചേരുന്നത് പോലെ വഴിയിൽ വെച്ച് ആണും പെണ്ണും അന്യാണും പെണ്ണും തമ്മിൽ പ്രാപിക്കുന്ന പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടങ്ങൾക്ക് വരാനുണ്ട്. അന്ന് ആരെങ്കിലും ഒരാള് നിങ്ങൾക്ക് ആ ഹിജാബ് മറ സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവനാണ് ഈമാനുള്ളവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് കാണുന്ന കാലം ഇന്നത്തെ അവസ്ഥ എന്താ നമുക്ക് പറയാൻ കഴിയാറില്ല. നമ്മളെ ഈമാൻ എവിടെ ഉള്ളത്? അവിടെ നമ്മൾ നമ്മുടെ ഈമാൻ പ്രകടമാക്കണം.
ഇതെന്റെ തെറ്റാണെന്ന് ആരുടെ മുമ്പിലും പറഞ്ഞു കൊടുക്കുവാൻ പ്രത്യേകമായ ഈ കാലഘട്ടത്തിൽ തെറ്റിനെ തെറ്റായി കാണാത്ത കാലത്ത് അത് പറയുന്നവനെ കുറ്റം സദാചാര ബോധക്കാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ അത് ഇസ്ലാമിക കൾച്ചർ സംസ്കാരം അനുസരിച്ച് ജീവിക്കും. അതില് തെറ്റാണെന്ന് മനസ്സിലാക്കിയ കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി അകന്നു നിൽക്കുകയും തെറ്റാണെന്ന് പറയേണ്ടത് പറയുകയും നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് നിർവഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രബോധനം. അല്ലെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു ദൗത്യമുണ്ടല്ലോ, നിർവഹിച്ചിട്ടില്ലെങ്കിൽ ശപിക്കപ്പെടും. പ്രവാചകന്മാരുടെ നാവുകളാൽ ശപിക്കപ്പെട്ടു പോയ ഒരു സമൂഹം, ശപിക്കപ്പെട്ടു പോയ വൽ അസ്ർ എന്ന് പറയുന്ന നമ്മുടെ സ്വാഗത ഭാഷത്തിൽ സുഹൃത്ത് ഷാഫി ഓതിയ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുക, വിശ്വസിക്കുക, വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം ഉപദേശിക്കുക, അതിന്റെ പേരിലുണ്ടാവുന്ന പ്രയാസങ്ങൾ, ക്ഷമയും പരസ്പരം സഹനവും പരസ്പരം ഉപദേശിച്ചവരൊഴികെയെന്നാണ്. സത്യം ഇന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് ആരോടും പറയാനുള്ള, അത് പറയാത്തവർ നഷ്ടക്കാരാണ്, സകല മനുഷ്യരും നഷ്ടക്കാരാണ് എന്ന് പറയുന്നതിൽ നമ്മളുണ്ടോ എന്നുള്ളതാണ്. സൂറത്ത് യാസീനിൽ ഒരു കഥ ഉണ്ട്. സൂറത്ത് യാസീനിൽ 13 മുതൽ 28 വരെയുള്ള ആയത്തുകൾക്കിടയിൽ ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ 2 പ്രവാചകന്മാർ വന്ന് 3 പ്രവാചകന്മാരെ അല്ലാഹു അയച്ചു. വദരിബുലഹും മസലൻ എന്ന് തുടങ്ങുന്ന ആ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ കഥ. 3 പ്രവാചകന്മാർ വന്നു, 3 ആൾക്കാരെ നാട്ടുകാർ കളവാക്കുകയാണ്. അങ്ങനെ 3 പ്രവാചകന്മാർ ഒരു ഭാഗത്തും നാട്ടുകാരൊക്കെ എതിർഭാഗത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തെ പ്രശ്നം എന്താ? എറിഞ്ഞ് നിന്നെ ആട്ടി ഓടിക്കും, നിങ്ങൾ ഈ നാട് വിട്ട് പോകണം, അല്ലെ നിങ്ങള് കൊല്ലും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ? ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. ഒരാൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറയണേ, ഏയ് നാട്ടുകാരെ, സ്വന്തം നാട്ടുകാരോട് പറയണം, ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ പിൻപറ്റിക്കോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒരാൾ പറയണം, നാട്ടുകാരനായ ഒരാൾ ഓടി വന്ന് കണ്ട് പറഞ്ഞു കൊടുത്തപ്പോ നേരെ ഈ ആൾക്കാരെന്ത് ചെയ്ത് അയാളെ കൊന്നു അല്ലേ? അയാള് സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലാഹുവോട് പറഞ്ഞപ്പോ അയാള് വിഷമത്തോടുകൂടി, എന്റെ നാട്ടുകാരെ ഞാൻ മനസ്സിലാക്കിയ ഹക്ക് മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് വിഷമത്തോടുകൂടി പറയുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടുകാർ സ്വന്തം നാട്ടുകാരനെയാണ് അവരെന്ത് ചെയ്ത് കൂടുതലായിട്ട് ആക്രമിച്ചത്, അതിക്രമിച്ചത്. പ്രവാചകന്മാരെക്കാൾ അവർക്ക് ബന്ധം കൂടുതൽ ആ നാട്ടുകാരാണ്. ചിലപ്പോൾ നമ്മള് അടുത്തിടപഴകുന്ന ആൾക്കാരെന്ത് ചെയ്യേക്കാം, നമ്മൾ തെറ്റാന്ന് പറയുമ്പോൾ നന്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അകന്നു പോയേക്കാം. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള നമ്മുടെ വിജയത്തെ പറ്റി ആലോചിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും സൂക്ഷ്മത പാലിച്ച, ഓരോ കാര്യത്തിലും ചെറിയ കാര്യങ്ങൾ പോലും, കുട്ടിക്ക് ഉമ്മ കൊടുക്കുന്നതിൽ വരെ സൂക്ഷ്മത പാലിച്ചു അല്ലേ? അദ്ദേഹത്തിന്റെ അരികിലിരിക്കുമ്പോ മനുഷ്യന്റെ ഒരു ആൺകുട്ടി വരികയാണ്. ആൺകുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ട് അയാൾ മടിയിലിരുത്തുകയാണ്. രണ്ടാമത് പെൺകുട്ടി വരികയാണ്. അയാളെ പുനിയത്തില്ല, അയാളെ ആ സ്വഹാബിയുടെ പെൺകുട്ടി വരും. പെൺകുട്ടിയെ ഉമ്മ കൊടുക്കാതെ അടുത്ത് പിടിച്ചിരുത്തി അല്ലേ? അടുത്ത് പിടിച്ചിരുത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ നീ അവർക്കിടയിൽ നീതി കാണിക്കാതെ? ഒരു കുട്ടിയെ ഉമ്മ കൊടുത്ത് പിടിച്ചിരുത്തി, മറ്റേ കുട്ടിക്ക് ഉമ്മ കൊടുത്തില്ല. അതുപോലും ചോദ്യം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീതി നിഷേധത്തെ ചോദ്യം ചെയ്ത, അത് ശരിയല്ലെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ സമൂഹത്തിൽ നീതി നിഷേധങ്ങൾക്കെതിരെ ഒരു വാക്കെങ്കിലും പറയാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. അതിനുത്തരം കൊടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യത്തിലാവാം, അതെല്ലാം സൂക്ഷ്മതകൾ പാലിക്കണമെന്നാണ്
എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അനസ് മൗലവി വരുന്നത് വരെ സംസാരിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം വന്നിട്ട് കുറച്ച് നേരമായി ഇരിക്കുന്നത്. പിന്നെ നിങ്ങളെ സംശയ നിവാരണത്തിനുള്ള സമയം ഉണ്ടാകും വേണം. പിന്നെ അപ്പം ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ്. അനസ് മൗലവി ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ട് വേണമല്ലോ ഒരാൾക്ക് തുടങ്ങാം. അപ്പോൾ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയും. ബാക്കി സംശയ നിവാരണത്തിൻ്റെ സന്ദർഭത്തിലാവാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ നടത്തവും ഇരുത്തവും കിടത്തവും നമ്മുടെ ഇടപാടുകളും ഇടപഴകലുകളും ഒരു മുസ്ലിമിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തി അത് മറ്റുള്ളവർ കാണുമ്പോൾ ഇതാണ് ഇസ്ലാമെന്ന്. ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് പോലെ ഓരോ വീടുകൾ കയറിക്കൊണ്ടുള്ള പ്രബോധനത്തിന് നമുക്ക് കഴിയുന്ന ഒരു ഘട്ടമല്ല. പക്ഷെ എൻ്റെ ജീവിതം ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിമിൻ്റെ ജീവിതമെന്ന്. അതിൻ്റെ പേരിൽ എൻ്റെ മതവിശ്വാസം ഇല്ലാത്ത ആളുകളോട് എനിക്ക് ശത്രുത ഇല്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വിചാരിക്കുന്ന യഹൂദന്റെ കയ്യിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കി അദ്ദേഹം പിന്നെ പണയം വെച്ചിരുന്നത്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ഖുർആൻ പഠിപ്പിച്ചത് അദ്ദേഹം ആ ഓരോ അവിശ്വാസികളുടെ ഭരണകൂടത്തിലെ ധനമന്ത്രിയാണല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു, യൂസുഫ് നബി ആരെന്ന്? അവിടുത്തെ ധനകാര്യമന്ത്രിയല്ലേന്നോ അല്ലേ? എന്നാൽ യൂസുഫ് നബി ആ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായി ഒരു വിശ്വാസി പാലിക്കേണ്ട എല്ലാ മര്യാദ അദ്ദേഹം പാലിക്കുകയും ചെയ്തില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ദൗത്യം നമുക്കുണ്ട്. ഏതാ? നമ്മൾ മുസ്ലിമായി ജീവിക്കുകയും ആ ജീവിതം തന്നെ അതാണ് ഇസ്ലാമിന്റെ സന്ദേശമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ നമ്മളാണ് വിജയികൾ. നമ്മളെ വിജയികളാവുകയുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മരിച്ചു പോകുമ്പോൾ നമ്മളെ ചുറ്റുഭാഗമുള്ള ആൾക്കാരോട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ മരിച്ചാൽ 4 ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുമത്രേ. അപ്പം 4 ആൾക്കാർ നമ്മളെ അയൽപ്പക്കത്തുള്ള ഏറ്റവും അടുത്ത ആൾക്കാർ എന്താ നമ്മളുമായി ഇടപഴകിയാൽ എന്താ പറയാന്നുള്ളത്. നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അവരുടെ മനോഗതം അതായി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹ് പറയുമത്രേ, ഖബിൽതു ഷഹാദതകും, നിങ്ങളുടെ സാക്ഷിത്വം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഗഫർതു ലഹു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ മാപ്പാക്കിയിരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരാവണം? നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതൊരു യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതിയിലൂടെ ഇതെന്റെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവിലൂടെ ഞാൻ നഷ്ടക്കാരനല്ല, പ്രവാചകന്മാരുടെ ശാപം കിട്ടാൻ അർഹനല്ല, ഞാൻ നാളെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്, ഉത്തമ സമുദായത്തിന്റെ മാതൃകയായി ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ജീവിത രീതിയുള്ളവരാണ്. അവിടെ അത് ജീവിതം കൊണ്ട് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.
2 ദിവസമൊക്കെ ടൂർ പോകും. അങ്ങനെയല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി